വേണു, താങ്കൾ എന്നോടാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇടയ്ക്കിടയ്ക്ക് മുറിയുന്നുണ്ട്. പക്ഷെ എന്നോടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഇവിടെ രാജീവ് പി നായരോട് ഇങ്ങനത്തെ നൊസ്റ്റാൾജിയ മാപ്സ്, ഈ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എത്രയോ മാപ്സ് ഈ ലോകത്തെമ്പാടും വരയ്ക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ക്രിയേറ്റീവ് ഫ്രീഡം ആണ്. അതുപോലെ തന്നെ ഒരു മാപ്പാണ് ഗ്രേറ്റർ ഇസ്രായേലിന്റെ മാപ്പ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിൽ സൗത്ത് സിറിയ പെടുന്നുണ്ട്, സൗത്ത് ലെബനൻ പെടുന്നുണ്ട്, വെസ്റ്റ് ഇറാഖ് വരുന്നുണ്ട്, ഈജിപ്റ്റ് വരുന്നുണ്ട്. ഇത് ഒരു ബൈബിളിക്കൽ കോൺസെപ്റ്റ് വന്ന മാപ്പാണ്. എങ്ങനെയാ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പറ്റുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പ്രശ്നം എന്താ അറിയോ, ഇത് പുതുതായി വരയ്ക്കപ്പെട്ടതല്ല. ഇതിന് ഐഡിയോളജിക്കൽ റെഫറൻസസ് ഉണ്ട്, കൾച്ചറൽ പാസ്റ്റ് ഉണ്ട്. അത് മാപ്പ് വരയ്ക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പറ്റുമോ? അല്ല ഉദ്ദേശിച്ചത്. ഇതിന് കൾച്ചറൽ പാസ്റ്റ് എല്ലാം ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടായപ്പോൾ തീർന്നു. ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടായപ്പോൾ ഇന്ത്യക്കൊരു പൊളിറ്റിക്കൽ മാപ്പ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ മാപ്പാണ് സ്റ്റേറ്റിന്റെ പരിപാടികളിൽ വെക്കേണ്ടത്. അതിന് എംബ്ലംസ് ആക്ട് ഉണ്ട്. അത് പ്രകാരമല്ലാതെ നിങ്ങളുടെ ഉച്ചക്കർക്ക് കൊണ്ടുപോയി സ്റ്റേറ്റ് പരിപാടിയിൽ വെക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് രാജു, ഒന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അത് ശക്തമായി താങ്കൾ പറഞ്ഞു, മിഥുൻ ഒന്ന് പറഞ്ഞോട്ടെ. രാജു, ശക്തമായി താങ്കൾ പറഞ്ഞു, മിഥുൻ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. എന്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റനെ അനുസരിക്കാൻ നെഹ്റു പോയത്? എന്തുകൊണ്ടാണ് നേവിയുടെ പതാകയിൽ 2022 വരെ സെയിന്റ് ജോർജിന്റെ ക്രോസ് ഉണ്ടായിരുന്നു? ഉത്തരവുണ്ടോ? അല്ല, അത് ദാമോദരൻ ഇവിടെ ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ്, ദാമോദരൻ എന്താ പറയാമെന്ന് ശക്തമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമോ നുണയോ? ഒരു സെക്കൻഡ് രാജു, ഒരു അക്കാഡമിഷ്യനാണല്ലോ ദാമോദരൻ പറയുന്ന ഹിസ്റ്റോറിക്കലി ഫേക്ക് നെറേറ്റീവ്സ്, ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാക്കുക, നെഹ്റുവുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്റ്റഡ് ഫേക്ക് നെറേറ്റീവ്സ്, അതിന് നിങ്ങൾ സ്പേസ് കൊടുത്തോളൂ. പക്ഷേ എന്താണ്, എന്ത് വസ്തുതകളത്, എന്ത് ഏത് ഡോക്യുമെന്റ് വെച്ചാ പറയണത്? ഏത് ഡോക്യുമെന്റ്? വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കരുത്. ഏത് ഡോക്യുമെന്റ് മിഥുൻ? ഏത് ഡോക്യുമെന്റ്? സെയിന്റ് ജോർജിന്റെ ക്രോസ് 2022 വരെ ഇന്ത്യൻ നേവിയുടെ ഫ്ലാഗിൽ ഉണ്ടായിരുന്നോ ഇല്ല? ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയേ. നെഹ്റു ചെയ്തെന്നൊക്കെ പറയുന്നത് അതിലെന്താ കാര്യം? എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ ഇവിടെ വിളിച്ചു പറയണത്? അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് VD സവർക്ക് ഉണ്ടാക്കിയ ഹിന്ദുത്വമാണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ നയം നടപ്പിലാക്കിയ മിഥുൻ സൂമിലാണ്. മിഥുന്റെ ശബ്ദം കേൾക്കാൻ വയ്യ, മിഥുന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഒരു സെക്കൻഡ് രാജു, നയം നടപ്പിലാക്കിയത്. ഒരു സെക്കൻഡ്, മിഥുനെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ പറയൂ. വേണു, ഞാൻ പറഞ്ഞു ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നന്നായി കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഞാൻ ഇവിടെ രാജു പി നായരോട് ചോദിച്ച വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, വേഗം. ഓക്കെ, ഞാനിവിടെ രാജു പി നായരോട് ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ നേവിയുടെ പതാകയിൽ കൊളോണിയൽ സിമ്പിൾ ആയിട്ടുള്ള സെയിന്റ് ജോർജിന്റെ ക്രോസ് കണ്ടപ്പം രാജു പി നായർക്ക് ഈ പറയുന്ന പോലെ അതൊരു കൊളോണിയൽ സിമ്പിൾ ആണ്, എടുത്തു മാറ്റിപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഹിസ്റ്റോറിക്കലി ഇൻകറക്റ്റ് ആണെന്ന് ഏതൊരു മാന്യൻ ഇവിടെ പറഞ്ഞു. അദ്ദേഹം പോയി ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, ആർക്കൈവ്സ് കിട്ടും. പോയി റെഫറൻസ് എടുത്തു. മൗണ്ട് ബാറ്റൺ പറഞ്ഞത് കേട്ട് വഴങ്ങി നിൽക്കുകയായിരുന്നു നെഹ്റു എന്ന് പറയുന്നതിനെ സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ? അതാണ് ചോദ്യം. അത് ഗൂഗിൾ അടിച്ച് നോക്കണോ? അതിനു പോയിട്ട് ഗൂഗിൾ അടിച്ച് നോക്കണോ? അല്ല, മറ്റുള്ളവർ ഇടപെടല്ലേ? മറ്റുള്ളവർ ഇടപെട്ട മിഥുൻ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയില്ല. കേൾക്കൂ. മൗണ്ട് ബാറ്റൺ നെഹ്റുവിന് എഴുതിയ ലെറ്റർ ഉണ്ട്. അത് രാജഗോപാലാചാരിക്ക് നെഹ്റു ഫോർവേഡ് ചെയ്ത കാര്യവും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ആർക്കൈവ്സ് ഒന്ന് പരിശോധിച്ചാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ഒരു ഗൂഗിൾ സെർച്ചിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊക്കെ പറഞ്ഞു. സമയം എനിക്ക് അനുവദിക്കാൻ കഴിയുമെങ്കിൽ അങ്ങ് ഖണ്ഡിച്ചോളൂ, ഞാൻ വരാം. ജയിക്ക, വേഗം മിഥുനുള്ള മറുപടി. ജയിക്ക്. ഇല്ല, ഞാൻ ദീർഘമായ മറുപടിയിലേക്കൊന്നും പോകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉന്നയിക്കാൻ ശ്രമിച്ച ആകത്തുകയായിട്ടുള്ള ഒരു രത്നച്ചുരുക്കം അത് മറ്റൊന്നുമല്ല, വെദർ ഇറ്റ് ഹാസ് ബീൻ പ്രൊഹിബിറ്റഡ് ഓർ നോട്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ അനുഭവത്തിൽ കാവി പതാക ഉയർത്താൻ അല്ലെങ്കിൽ അഖണ്ഡ ഭാരതമെന്ന് അവർ അവകാശപ്പെടുന്ന വക്രീകരിച്ച ഇന്ത്യൻ ഭൂപടത്തിന്റെ ചിത്രം ഉപയോഗിക്കാനൊക്കെയുള്ള സംഘപരിവാർ അവകാശത്തെ ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വളരെ ലളിതമാണ് തിരികെയുള്ള മറുപടി. അങ്ങേക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അനന്തൻ നായരുടെ കൂടെ എങ്കിലും ഇന്ത്യൻ ദേശീയ പതാകയോടൊപ്പമോ അല്ലെങ്കിൽ പച്ചയോ വെള്ളയോ കാവിയോ ഏതെങ്കിലും ഒരു പതാകയോടൊപ്പം അങ്ങയുടെ വാക്ക് കടമെടുത്താൽ നിരോധിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഒരു പതാകയുടെ നിറത്തോടൊപ്പം അനന്തൻ നായരുടെ ചിത്രത്തോടൊപ്പം വക്കം അബ്ദുൽ ഖാദറിന്റെ ചിത്രം ഉയർത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ചിത്രം ഇത്തരത്തിലൊരു പരിപാടിയിൽ ഉയർത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ മൗലാന അബുൽ കലാമിന്റെ ചിത്രം ഉയർത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ ദംഷ്ട പുറത്തു വരുന്നത്. അതായത് നിങ്ങൾ ഇന്ത്യൻ ദേശീയ ചിഹ്നമായി ആഗ്രഹിക്കുന്നത് എന്തോ അതിനെ
ഈ സ്വകാര്യതയുടെ മറവിൽ നിങ്ങളെല്ലാവരും ആഘോഷിച്ചു കൊള്ളണം, നിങ്ങളെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം. അതിനെതിരെ ചോദ്യം വരുമ്പോഴോ അത് ഇന്ത്യയുടേതല്ല, അത് RSSന്റെ മാത്രമാണ്. RSSന്റെ മാത്രമായതിനെ ഇന്ത്യയുടെ ആകെയാക്കി മാറ്റാൻ ശ്രമം നടന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും, അത്തരം ശ്രമങ്ങൾ തകർക്കപ്പെടും എന്ന് തിരികെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇതിൽ ഭരണഘടന നിരോധിച്ചിട്ടുണ്ടോ? സെക്കൻഡ് കാവിയും വെള്ളയും ഒന്നും നിരോധിച്ചിട്ടില്ല. ഒരു സെക്കൻഡ് മറ്റാളുകളുടെ ചിത്രം ഒന്നും നിരോധിച്ചിട്ടില്ല.